നമ്മൾ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ചെയ്യുന്നൊരു പ്രവർത്തനമാണ് സംസാരം എന്നുള്ളത്, നമ്മുടെ നാവുകൾ കൊണ്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ. എന്നാൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അള്ളാഹുവും ഇഷ്ടപ്പെട്ട രീതിയിൽ നമ്മുടെ സംസാരങ്ങൾ നമ്മൾ മാറ്റുകയാണെങ്കിൽ വലിയ പുണ്യമാണ് ലഭിക്കുന്നത്. നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മുടെ സദാസമയം നമ്മുടെ നാവ് ഫിക്റിലുമായി കൊണ്ട് നമ്മുടെ നാവുകളും ചിന്തകളും കഴിച്ചു കൂട്ടുക. അതുപോലെ ആളുകളുമായി നമ്മൾ സംസാരിക്കുമ്പോൾ അള്ളാഹു ഇഷ്ടപ്പെട്ട രീതിയിൽ സംസാരം മാറ്റി തീർക്കുക. ഇഷ്ടപ്പെടാത്ത ഒന്നും തന്നെ നമ്മുടെ നാവ് കൊണ്ട് നമ്മൾ സംസാരിക്കാതിരിക്കുക. ഈ രീതിയിൽ നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തുമ്പോൾ വലിയ പുണ്യം ഇത് ലഭിക്കുന്നുണ്ട്. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്ന ഒരു ഹദീത്തിൽ കാണാം, ഒരു മനുഷ്യൻ അള്ളാഹു ഇഷ്ടപ്പെട്ട, അള്ളാഹു തൃപ്തിപ്പെടുന്ന ചില കാര്യങ്ങൾ സംസാരിക്കും. അവൻ്റെ സംസാരം അള്ളാഹു ഇഷ്ടപ്പെടുന്നതായിരിക്കും. അവൻ പോലും വിചാരിക്കൂല ഇത്രമാത്രം പവിത്രത ഇതിനുണ്ടോ എന്ന്. അവൻ പോലും വിചാരിക്കൂല അത്രമാത്രം അള്ളാഹു ഇഷ്ടപ്പെടുന്ന ചില സംസാരങ്ങളായിരിക്കും ഒരു മനുഷ്യൻ സംസാരിക്കുക. എന്നാൽ ഇങ്ങനെ ഇരിക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിൻ്റെ തൃപ്തി അവനിക്കുണ്ടാകും. ഖിയാമത്ത് നാൾ വരെ അള്ളാഹുവിൻ്റെ തൃപ്തി അവനിക്ക് ഉണ്ടാകുമെന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. ഇനി ചില ആളുകൾ, ചില മനുഷ്യർ മോശപ്പെട്ട, അള്ളാഹുവിനെ ഇഷ്ടപ്പെടാത്ത ചില കാര്യങ്ങൾ സംസാരിക്കും. എന്നാൽ അവൻ പോലും വിചാരിക്കൂല ഇത്രമാത്രം കുറ്റകരമായ കാര്യമാണ് ഇവൻ സംസാരിക്കുന്നത് എന്ന്. അത്രമാത്രം മോശപ്പെട്ട സംസാരം ചില ആളുകൾ സംസാരിക്കും. അള്ളാഹുവിൻ്റെ ശാപം അവൻ്റെ മേൽ ഖിയാമത്ത് നാൾ വരെ ഉണ്ടാകും. അള്ളാഹുവിൻ്റെ കുറ്റം അവൻ്റെ മേൽ ഖിയാമത്ത് നാൾ വരെ ഉണ്ടാകും എന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് കൃത്യമായ രീതിയിൽ അള്ളാഹു ഇഷ്ടപ്പെട്ട രീതിയിലാക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ.